ഹായ്, അങ്ങനെ നമ്മൾ സൺഡേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ സൺഡേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വഴിയെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടേക്ക് നമ്മൾ വിചാരിച്ചു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് മേടിച്ച് കഴിക്കേണ്ട. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ആക്കിയത് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടായി, അമ്മൂമ്മയൊക്കെ ഉണ്ടായി നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് ഫുഡ് മേടിക്കേണ്ട, നമുക്ക് കൊണ്ടുപോകാം. വെജിറ്റബിൾ ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ബിരിയാണിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോറാണ് കൊണ്ടുപോയതിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവർക്കും ഉള്ള ചോറൊക്കെ പൊതിഞ്ഞു, ചോറൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി. കാരണം അവിടെ പോയിട്ട് നമ്മൾ പിന്നെയും ഹോട്ടലിൽ അന്വേഷിച്ച് നടക്കണ്ടല്ലോ, നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴുകി വെച്ചു. പിന്നെ നമ്മൾ വെള്ളവും എല്ലാം സംഭവങ്ങളും കൊണ്ടാണ് കേട്ടോ പോയത്. പിന്നെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ പുറപ്പെട്ടപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാറിൽ കയറിയ പാടിങ്ങിനു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൻ ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചോദിച്ചു പോയി. നമ്മൾ ഇതുവരെ ആ പ്ലേസിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ നമ്മൾ പോയത്, മാട്ടൂരുള്ള. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ദാഹമായതുകൊണ്ട് ചായ വേണ്ട, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഉപ്പ് സോഡ അത് കഴിച്ചു. പക്ഷേ ഭയങ്കര ഉപ്പുണ്ടായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. മോനും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെറ്റ് സ്റ്റേഷനിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ കാർഡ് കൊടുത്താലാണ്, പിന്നെ അതല്ലാതെ നമുക്ക് അവിടുത്തെ ഫോട്ടോ എടുക്കണമെങ്കിൽ വേറെ ഒരു പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കുറേ മീനുകളുണ്ട്. ഞാനതിലൊരു മീൻ തീറ്റ കൊടുക്കുമ്പോൾ തന്നെ അത് കൈപിടിച്ച് നല്ലോണം കടിച്ചു. നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ പ്ലേസിലും പോയിട്ട് ഓരോന്നിങ്ങനെ ഒബ്സർവ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ്, എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവരെ കസിൻസ് അവരെല്ലാം മലപ്പുറത്തൊരു പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടുള്ള, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ടായി ഇവിടെ. അങ്ങനെ നമ്മൾ കുറേ ബേഡ്സിനൊക്കെ കണ്ടു. പിന്നെ കുറേ ബേഡ്സ് എന്താ പറയുക, നല്ല പീസ്ഫുള്ളായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. കാരണം ഈ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അത് കാണിക്കണം. മോന് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ്. നല്ല പ്ലേസാണ്, കുട്ടികൾക്കൊക്കെ പോയാൽ നല്ല ഇഷ്ടപ്പെടും. അവിടെ കുറേ കുട്ടി പശു, അതുപോലെ തന്നെ ഷീപ്പ്, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായി. പിന്നെ ഓസ്ട്രിച്ചിനെ അടുത്ത് കണ്ടപ്പോൾ ശരിക്കും പേടിയായിപ്പോയി. കാരണം അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ കാലിൻ്റെ വെയിറ്റും അതൊക്കെ കാണുമ്പോൾ ശരിക്കും അത് നമ്മൾ തൊടാനൊന്നും പാടില്ല അവിടെയൊന്നും. അങ്ങനെ ഓസ്ട്രിച്ചിനൊക്കെ കണ്ടു. പിന്നെ കുറേ പക്ഷികളിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ ആഫ്രിക്ക എന്നൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ കുറേ ഉള്ളിലുള്ള മീനൊന്നും നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. അവർക്ക് നമ്മൾ തീറ്റയൊക്കെ കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് തീറ്റ കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു, അതിന് തൊടാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ സിസ്റ്റർ കുറേ പ്രാവശ്യം അമ്മേനെ കൊണ്ട് ഇത് ചെയ്തിട്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിട്ട് അമ്മ പോയി. അങ്ങനെ നമ്മളവിടെ പിന്നെ സെക്ഷനിൽ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാവരും അവിടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇനുവിന് അങ്ങനെ ഒരു കുറച്ച് കുട്ടികളൊക്കെ കിട്ടി. ഇപ്പോൾ ഇനും അവരോടൊക്കെ പോയി. പിന്നെ നമ്മൾ എല്ലാം പതുക്കെയാണ് കേട്ടോ ആസ്വദിച്ചത്. കാരണം എല്ലാം കണ്ടത്, കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് അങ്ങനെ പതുക്കെ കണ്ടു. പിന്നെ വെറൈറ്റി ഓഫ് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ അവിടെ നല്ലൊരു വാട്ടർഫോൾ പോലെ ചെറിയൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വെള്ളത്തിന് എന്ത് തണുപ്പാണെന്നോ, നല്ല തണുപ്പാണ് ശരിക്കും. ആ വെള്ളമൊന്നും നമുക്ക് കയ്യിലെടുക്കണതിൽ പ്രശ്നമൊന്നുമില്ല, ഹൈജീനാണ് എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞാൽ ഒരു സ്റ്റോറാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ വീനുവിന് അവിടെ നിന്ന് ഒരു ഗ്ലാസ് മേടിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എല്ലാവർക്കും നല്ലോണം വിശന്നു. കൊണ്ടുപോയി ഫുഡ് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിച്ചു. പിന്നെ എനിക്ക് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇനുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ആ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കിളികളൊക്കെ വെച്ചിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ നേരെ പിന്നെ പോയത് ചാൽ ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുളക് ബജ്ജി, അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്തു. ഇവിടെ ഈ ബീച്ചിൽ നമുക്ക് പാരൻസിന് അല്ലെങ്കിൽ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഊഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ ഇരുന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുള്ളൂ സൺഡേ. പിന്നെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാത്തിലും നല്ലോണം എൻജോയ് ചെയ്തു. ഇനുവിന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ മോന്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷമാണ്
നമ്മൾ തിരിച്ചത്. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു, അടിപൊളിയായിരുന്നു. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.